എന്നാ പിന്നെ മോളു അത് എന്താ മോളു ഇങ്ങനെ ഒന്ന് പേടിക്കല്ലേ? അത് പിന്നെ സിസ്റ്ററെ, അത് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനക്കാണോ നിന്റെ കാലിന്റെ അസഹനീയമായ വേദന ഒക്കെ മാറും? ആണോ? അതേ മോളെ, കാലിന്റെ വേദനയുടെ 10 അംശം പോലും ഈ സൂചി വെക്കുമ്പോൾ എനിക്ക് വേദന ഉണ്ടാവില്ല. സാധാരണ മോക്ക് മുള്ളൊക്കെ കുത്താറില്ലേ, ആ വേദന കാണുന്നേ. അതിന് ഇത്ര പേടിക്കാനൊന്നുമില്ല. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്കൊക്കെ സൂചി ഒന്നും ഒരു പേടിയില്ല. പക്ഷെ എനിക്ക് പേടിയുണ്ട്. എന്നെ സിസ്റ്റർ സൂചി എടുത്തിട്ട് വരാട്ടോ. ദീദി ഒരു വേദനയും കാണില്ല. അടിക്കാൻ പോവാ മോളെ, കണ്ണൊക്കെ അടച്ച് നിന്നോട്ടോ. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഇല്ല ഇല്ല ഇല്ല, മരുന്ന് മുഴുവൻ കേറിയില്ല. അതാ കണ്ട മോളെ, ഇത്ര പണിയുള്ളൂ. ഇതിനാണ് നീ ഇത്ര പേടിച്ചേ? അത് പിന്നെ എന്നാലും വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോ പയ്യെ പയ്യെ കാലിന്റെ വേദനയൊക്കെ മാറും കേട്ടോ. അമ്മ ഇപ്പൊ വരും കേട്ടോ. എന്താ സിസ്റ്റർ, മോള് സൂചി അടിച്ചോ? പിന്നെ അല്ല, അവൾ സൂചി കടിച്ച് നല്ല കുട്ടിയായിരിക്കാ. എക്സ്ട്രാ ഞാനൊന്നും കൂടി നോക്കി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയ ചതവുണ്ട്, അത് 2 ദിവസം റെസ്റ്റ് എടുക്കുമ്പോ താനെ പൊടിക്കോളും. മോള് പേടിക്കണ്ട കേട്ടോ, 2 ദിവസം നമുക്ക് അഡ്മിറ്റ് ആവും. മോക്ക് കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തേക്ക് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുക. അവളിത് കൂളായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടെന്നേ ഉള്ളൂ. നല്ല വേദന ഉണ്ടെന്നാ പറഞ്ഞേ, ചതവുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. അവര് 3 പേരും കൂടി കുഞ്ഞുമത്താന്റെ വീട്ടിൽ നിന്നോളും. പിന്നെ ഇജാപ്പ എങ്ങനെ ഇരിക്കുന്നു? പനിക്ക് മാറിയോ? ഇല്ലേ, കഷ്ടം. എന്താന്നാ പേടിപ്പനിയെന്ന് തോന്നുന്നു. കുട്ടികളെ എന്തൊക്കെ കണ്ട് പേടിച്ചിട്ടുണ്ട്. എന്നാലേ ഞാനൊന്ന് കുഞ്ഞുമത്താനെ വിളിച്ച് പറയട്ടെ കാര്യങ്ങളൊക്കെ. ആരമ്മേ? അതെ കുഞ്ഞമ്മയാ. ഇച്ചാപ്പിക്ക് സുഖമാണോ ചോദിച്ചോക്ക്. ഇച്ചാപ്പിനെ മോളെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക് കേട്ടോ. എന്നാ ശരി. എന്റെ മോളെ സൂചി അടിച്ചോ? എന്റെ മറ്റേ കാലിന് സൂചി അടിച്ചേ. സൂചി അത്ര വേദന ഒന്നുമില്ലായിരുന്നല്ലോ. ഇല്ല, കുഴപ്പമില്ല. ഇപ്പൊ 2 കാലിന് ഒരു തരിപ്പുണ്ട്. അത് മോളുടെ വേദന കുറയാൻ വേണ്ടി തന്നതാട്ടോ. ഇനിയിപ്പോ 2 ദിവസം ഈ റൂമിൽ നിൽക്കണ്ടേ? എന്തൊരു കഷ്ടമ്മേ, ഒരു മാങ്ങ മരത്തിമത് വീണതിന് അഡ്മിറ്റ് ആവളൊക്കെ എന്തിനാ? ഡോക്ടർ പറഞ്ഞ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാവും? നമ്മുടെ നല്ലതിന് വേണ്ടി ഡോക്ടർമാർ ഇതൊക്കെ പറയുന്നേ. അതൊക്കെ കേട്ടല്ലേ പറ്റും മോളെ. വല്ലാത്തൊരു കഷ്ടത്തിന് വീട്ടിലുള്ള മിച്ചറും മുറുക്കും ഒക്കെ ചേച്ചി കഴിക്കും. വല്ലാത്തൊരു കഷ്ടം തന്നെ. കാലൊടിഞ്ഞാൽ അതൊന്നും മറക്കരുത്. പിന്നെ കാലിന് പ്ലാസ്റ്റർ ഇടേണ്ടി വരും. അമ്മേ, ഞാനെന്നാലേ കാര്യങ്ങളൊക്കെ കുഞ്ഞുമ്പത്താൻ വിളിച്ച് പറയട്ടെ. അവരെങ്ങോട്ട് ചെല്ലുന്ന ഒരു മുന്നറിയിപ്പ് കൊടുക്കട്ടെ. അല്ലെങ്കിൽ പാവം അവരെ പെട്ടെന്ന് കാണുമ്പോ എന്താണെന്ന് വിചാരിക്കും. നിൽക്കാനെന്നൊന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ലോ. ഞാൻ വിളിക്കട്ടെ. ഹലോ കുഞ്ഞുമ്പത്തല്ലേ? ആണല്ലേ. ഇന്നതേ നമ്മുടെ അനുദേ മാവിന്റെ മേലെന്ന് വീണ് താഴേക്ക്. കുഴപ്പമില്ല, ചെറിയൊരു ചതവുണ്ടെന്നാ പറഞ്ഞേ. 2 ദിവസം റെസ്റ്റ് എടുത്ത് മാറിക്കോളും. ഞാനും പിന്നെ അതൊന്ന് സമ്മതിച്ചു. ഇവരെ വീട്ടിൽ കൊണ്ടുപോയ കളിയും ചിരിയൊക്കെ ആയിട്ട് പിന്നെ അടങ്ങി നിൽക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് 2 ദിവസം അഡ്മിറ്റ് ആവാൻ വിചാരിച്ചു. അപ്പൊ ക്ലാരേനെയും ദേവുനെയും പാറുവിനെയും ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവരിപ്പോ അവിടെ എത്തിക്കാണും. അവർ വീട് പൂട്ടിയിട്ട് അങ്ങോട്ട് വരും. അതെനിക്കറിയാലോ കുഞ്ഞുമ്പത്ത കാര്യം വരുന്ന സന്തോഷമാണെന്ന്. പിന്നെ നിങ്ങൾ നോക്കുന്ന പോലെ ആരും അവിടെ നോക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അയച്ചത്. അനുവിന് കുഴപ്പമൊന്നുമില്ല, കൊടുക്കണം. ഇപ്പൊ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. കരച്ചില്ല ഭയങ്കര. പാത്തുനോട് എന്നെ കാണാൻ വരാൻ പറ. 2 ദിവസത്തെ അഡ്മിറ്റ് ആവുന്നതിലേക്ക് പാത്തുനോട് കാണാൻ വരാൻ പറയും. അവൾ അങ്ങനെ പലതും പറയും. കുഞ്ഞുമുത്ത, നിങ്ങൾ അതിന് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കൊന്നും വേണ്ട. അവളുടെ വിചാരം നമ്മൾ 2 കാലം ഒടുങ്ങിയിരിക്കാന്നാ. ചെറിയൊരു ചതവേ ഉള്ളൂ. ചതവില്ലേ അമ്മേ? എന്താ ശരി കുഞ്ഞുമുത്ത? ഞാനൊന്നുമില്ല, നിങ്ങൾ പോയിക്കോ. ഇടിയൊന്നും മിണ്ടാണ്ട് നിക്കടി. ഒരു ഓട്ടോ കിട്ടോ നോക്കട്ടെ. ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്നോളാം. എന്നാലും വേണ്ടില്ല, ഞാനില്ല കുഞ്ഞുമുത്താന്റെ വീട്ടിക്ക്. എന്താ ക്ലാര ഇത്? നീ എന്താ ഇങ്ങനെ? ഞാൻ ഇങ്ങനെ തന്നെ. അവള് വല്ല മാവിന്റെ മണ്ടയ്ക്ക് വീണെന്ന് കരുതി. വരാതൊരു കഷ്ടം തന്നെ ഇതൊക്കെ. ഞാൻ ജെന്നിയുടെ വീട്ടിൽ പോയിക്കോളാം. വേണ്ട ക്ലാര, നിന്നോട് എന്റെ അമ്മ കുഞ്ഞുമുത്താന്റെ വീട്ടിൽ വരാതെ പറഞ്ഞു. നിന്നെ പോലെ തന്നെ ഒരു പാറും അവൾ വരുന്ന നോക്കി. അവളുടെ അമ്മ നിന്നെ പോലെ തന്നെ ജോലിക്ക് പോയിരിക്കുക. എന്നിട്ട് അവൾക്ക് അത് സങ്കടം തന്നെ നിനക്ക്. എനിക്ക് നിങ്ങളുടെ കുഞ്ഞുമുത്താനും മാറ്റുമുത്താനും എന്നെ ഇഷ്ടമല്ല. അത് തന്നെ. ആ കൾച്ചറില്ലാത്ത സ്ത്രീയുടെ അടുത്തേക്ക് ഞാൻ ഇല്ല. കുഞ്ഞുമുത്താന്റെ കൾച്ചറില്ലാത്ത സ്ത്രീ എന്നൊക്കെ പറഞ്ഞാലേ എനിക്ക് എന്നെ മേടിക്കും. എന്നിട്ട് അല്ലടി നീ ചേച്ചിയുടെ ഡീനോ? നീ പിന്നെ ദേവഹിച്ചിട്ട് ദേവൂ തന്നെ വിളിക്കലേ. നീ ഉണ്ട് ഈ പോടി എന്നൊക്കെ വിളിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിന്നെ പോലെ ഞാൻ ഇങ്ങനെയൊന്നും പറയാറില്ല. ക്ലാര, നിന്നെ ഇവിടെ നടുറോട്ടിട്ട് പോകാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. നടുറോട്ടിലിട്ട് പോയിക്കോന്നേ, എനിക്ക് ഒരു പ്രശ്നമില്ല. വെറുതെ ദേഷ്യം പിടിക്കേണ്ട ക്ലാര. എന്താ കുട്ടികളെ, കുറെ നേരമായി ഞാൻ അവിടെ നിന്ന് നോക്കുന്നു. ഇത് തമ്മിൽ എന്ത് പ്രശ്നം? ഇവിടെ നോക്കൂ ആന്റി, ഇവരെന്നെ ഫോഴ്സ് ചെയ്ത് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. എന്താ കുട്ടികളെ ഇത്? ഈ കുട്ടിക്ക് എവിടെ നിൽക്കുന്നത്? ആ കുട്ടിയുടെ ഇഷ്ടമല്ലേ? അതിന് നിങ്ങൾ എന്നെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകുന്നേ. അതിനിപ്പോ ആന്റിനാണ് ഇവിടെ ക്ഷണിച്ചത്. നിങ്ങൾ ആരാ? നിങ്ങൾ എവിടുന്ന? ഞാൻ ഇവിടേക്ക് തന്നെ ഉള്ളതാ. അല്ല, നിങ്ങളെന്നെ ഞങ്ങൾ പ്രശ്നത്തിൽ ഇടപെടുന്നത് അല്ല. ഈ നടുറോട്ടിൽ വെച്ച് കുട്ടികൾ ഇങ്ങനെ വഴക്കുണ്ടാകുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. അത് നിങ്ങൾ ഇവിടെ പഠിപ്പിക്കും, എന്നിട്ട് ഞങ്ങൾ പഠിപ്പിക്കാം. എന്നാൽ ക്ലാരേ, നീ ഇവിടെ കൂടെ പോയിക്കോ. ഞങ്ങൾ പോകും കുഞ്ഞുമുത്താന്റെ വീട്ടിലേക്ക്. അതാ നല്ല ചേച്ചി. ഇവളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ തുള്ളാൻ നിൽക്കല്ല. ചേച്ചി വാ, ഞാൻ വരാം. അവളെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇനി നീ എന്നെ വിളിക്കാൻ. നിന്റെ കാല് പിടിക്കാവുന്നിടത്തോളം ഞാൻ പിടിച്ചു. ഇനി എന്നെ കൊണ്ട് വയ്യ. അയ്യോ ചേച്ചി, ഞാനും വരുന്നു. നീ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ വാ. എന്നെ വിട്. നടക്കടി. നടക്കടി അങ്ങോട്ട്, അഹങ്കാരി. നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? പറയാൻ സൗകര്യമില്ല.
എന്നെ ഇവിടെ ഇറക്കി വിട്ടോ, ഞാനിപ്പോ ഈ വണ്ടിയിൽ ചാടും. ചാടിയാലേ നിനക്ക് പകുതി ജീവൻ കാണത്തില്ല. ഊരിന്റെ റോഡിലേക്ക് പോവാ, വേറെ എങ്ങോട്ടും അല്ല. നിങ്ങൾ എന്തൊരു ദ്രോഹിയാണ്. നിങ്ങൾ എന്തിനാ അവരുമായി വൈകിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നിങ്ങൾ ആരാ? നിങ്ങൾ പ്രശ്നം എന്താ? അതൊക്കെ നീ വഴി അറിഞ്ഞോളൂ. എന്നെ നിങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ നോക്കുകയാണല്ലേ, എന്റെ മമ്മിയുടെ പൈസ തട്ടാനായിട്ട്. എനിക്കത് മനസ്സിലായി. അവര് രണ്ടുപേര് പിച്ചക്കാരായതുകൊണ്ടല്ലേ അവര് രണ്ടുപേര് നിങ്ങൾ തട്ടാനേ. എന്നെ മാത്രം തട്ടാൻ കാരണം അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓടി, ഞാൻ ആരാണെന്ന് നിനക്ക് എത്ര പെട്ടെന്ന് മനസ്സിലാവും. ആര് പറഞ്ഞിട്ടാ ഞാനീ വിളിക്കാൻ വന്നേന്നു? ആര് പറഞ്ഞിട്ടായാലും നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കാൻ വന്നേ? നിങ്ങളുടെ ചെലവിലൊന്നുമല്ലോ ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന്. നിനക്ക് എന്തായാലും അവിടെ അൺകംഫർട്ടബിൾ അല്ലായിരുന്നോ? ഞാൻ കംഫർട്ടബിൾ ഉള്ള ഒരു സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോവാൻ ഞാൻ. നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചോണ്ട് പോകുന്നേ? പണത്തിനല്ലെങ്കിൽ പിന്നെ എന്തിനെ? പറ. ഒരു വിധത്തിൽ പണത്തിനാണെന്ന് പറയാം, പക്ഷേ അത് നിന്നെ വെച്ചുണ്ടാക്കാനുള്ള പണമല്ല. അതെങ്ങനെയാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായിക്കോളും. നീ കുഞ്ഞാ, നിനക്ക് അതൊന്നും മനസ്സിലാവണമെന്നില്ല. എന്റെ മമ്മിയുടെ പൈസ തട്ടാനാണ് നിങ്ങളെ പ്ലാൻ എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ ഇപ്പൊ ഈ വണ്ടിയിൽ ചാടും. എനിക്ക് പരിക്കേണ്ടായാലും കുഴപ്പമില്ല, ആളുകളൊക്കെ ഓടി വരും. അപ്പോ നിങ്ങൾ പേടും.